നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബസ് യാത്രക്കാരിയായ യുവതിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസ്. പ്രതി 27 വർഷങ്ങൾക്ക് ശേഷം അഞ്ചൽ പോലീസിന്റെ പിടിയിൽ. വർക്കല ശ്രീനിവാസപുരം സ്വദേശി സജീവാണ് പിടിയിലായത്. 1997 ജൂലൈ 16-നായിരുന്നു സംഭവം. തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചവറ നിയോജക മണ്ഡലം ബൂത്ത് ഉദ്ഘാടനം. LDF സ്ഥാനാർത്ഥി M മുകേഷിന് ചവറ അസംബ്ലി മണ്ഡലത്തിൽ സ്വീകരണം. കായംകുളത്ത് NDA സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. കേരളത്തെ മതത്തിന്റെ പേരിൽ CPM ഭിന്നിപ്പിക്കുകയാണെന്ന് BJP വക്താവ് സന്ദീപ് വചസ്പതി. മുഖ്യമന്ത്രി തന്നെ ഇതിന് നേതൃത്വം നൽകുന്നുവെന്നത് ഖേദകരമാണെന്നും കുറ്റപ്പെടുത്തൽ. ഏതെങ്കിലും സ്ഥലത്ത് BJP ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ കോൺഗ്രസിന് വോട്ട് നൽകണം എന്ന തരത്തിൽ പച്ചയ്ക്ക് അങ്ങനെ ധ്വനിപ്പിക്കുന്ന പ്രസംഗമാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വ്യാപക ശ്രമങ്ങളാണ് CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും സന്ദീപ് വചസ്പതി. വിശദമായ വാർത്തകളിലേക്ക്. ബസ് യാത്രക്കാരിയായ യുവതിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതിയെ 27 വർഷങ്ങൾക്ക് ശേഷം അഞ്ചൽ പോലീസ് പിടികൂടി. വർക്കല ശ്രീനിവാസപുരം ലക്ഷ്മി ഭവനിൽ സജീവാണ് പിടിയിലായത്. 1997 ജൂലൈ 16-നായിരുന്നു സംഭവം. അഞ്ചൽ സ്വദേശിനിയായ യുവതിയെ വർക്കല, പരവൂർ എന്നിവിടങ്ങളിൽ തടവിൽ പാർപ്പിച്ച് പീഡിപ്പിച്ച കേസിലാണ് സജീവ് അറസ്റ്റിലായത്. സ്വകാര്യ ബസ്സിൽ കുളത്തൂപ്പുഴ ക്ഷേത്രത്തിൽ പോയി മടങ്ങിയ യുവതിയെ അഞ്ചലിൽ ഇറക്കാതെ ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിക്കുകയും അവിടെ നിന്നും കാറിൽ തട്ടിക്കൊണ്ടുപോവുകയുമായിരുന്നു. തുടർന്ന് വർക്കല, പരവൂർ എന്നിവിടങ്ങളിൽ വെച്ച് 10ഓളം പേർ ചേർന്ന് പീഡിപ്പിച്ചതായി പരാതിയിൽ പറയുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ അറസ്റ്റ് ചെയ്ത സജീവനെ കോടതിയിൽ ഹാജരാക്കുകയും തുടർന്ന് ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തു. ജാമ്യത്തിലിറങ്ങി പ്രതി പിന്നീട് കോടതിയിൽ ഹാജരായില്ല. വർക്കല സ്വദേശിയായ സജീവ് അവിടെ നിന്നും ഗൾഫിലേക്ക് പോവുകയും തിരികെ എത്തി തിരുവനന്തപുരം ചെങ്കോട്ടുകോണം എന്ന സ്ഥലത്ത് താമസം ആരംഭിക്കുകയും ചെയ്തു. സംഭവത്തിൽ തുടരന്വേഷണം നടത്തിയ പോലീസ് സജീവിന്റെ സഹോദരിയെ ചോദ്യം ചെയ്യുകയും പ്രതി തിരുവനന്തപുരത്ത് താമസിക്കുന്ന കാര്യം മനസ്സിലാക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് പ്രതി ദിവസങ്ങളായി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. അഞ്ചൽ SI സാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സജീവനെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. എറണാകുളം ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ കുടുംബസമേതം കൊല്ലം അമൃതപുരിയിലെത്തി അമൃതാനന്ദമയ്യെ സന്ദർശിച്ചു. തന്റെ വിജയം ഉറപ്പാക്കാനും അമ്മയുടെ അനുഗ്രഹം നേടുവാനുമാണ് അമ്മയെ സന്ദർശിച്ചതെന്ന് ഹൈബി ഈഡൻ പറഞ്ഞു. കുടുംബാംഗങ്ങൾക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും ഒപ്പമാണ് ഹൈബി ഈഡൻ വള്ളിക്കാവിലെ മഠത്തിലെത്തി അമൃതാനന്ദമയ്യെ സന്ദർശിച്ചത്. സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങൾ മാതാ അമൃതാനന്ദമയ്യുമായി ചർച്ച ചെയ്തു. എറണാകുളം മണ്ഡലത്തിൽ UDFന്റെ വിജയം സുനിശ്ചിതമാണെന്നും കേരളത്തിൽ UDF സമ്പൂർണ്ണ വിജയം നേടുമെന്നും ഹൈബി ഈഡൻ അവകാശപ്പെട്ടു. എല്ലാ വർഷവും ബ്രഹ്മസ്ഥാനത്ത് വെച്ചിട്ടാണ് അമ്മയെ കാണാനുള്ള അനുഗ്രഹം വാങ്ങാനുള്ള അവസരം ഉണ്ടാവാറുള്ളത്. ഈ അടുത്ത് അമൃത ആശുപത്രിയുടെ 25-ാം വാർഷികത്തിനും അമ്മ എറണാകുളത്ത് വെച്ച് കാണാൻ പറ്റി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ മാത്രമല്ല എപ്പോഴും അമ്മയ്ക്ക് അമ്മയുടെ ദർശനത്തിന് വേണ്ടി വരാറുണ്ട്. ഇന്ന് കുടുംബസമേതം ചില പ്രത്യേകം നന്ദി അറിയിക്കേണ്ട ഒരു സമയം കൂടി ഉണ്ടായിരുന്നു അമ്മയുടെ അടുത്ത്. അപ്പോൾ അത് നേരിട്ട് പറയാനും തെരഞ്ഞെടുപ്പിൽ അനുഗ്രഹാശംസകൾ വാങ്ങാനുമാണ് മഠത്തിൽ നേരിട്ട് വന്നത്. കുറേയധികം സമയം അമ്മയായിട്ട് സംസാരിക്കാനും കാര്യങ്ങൾ ചർച്ച ചെയ്യാനും എല്ലാം പറ്റി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി M മുകേഷിന് ചവറ അസംബ്ലി മണ്ഡലത്തിൽ സ്വീകരണം നൽകി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം MS ഷാരിയാർ ഉദ്ഘാടനം നിർവഹിച്ചു. കാരാണിശ്ശേരി മുക്കിൽ നിന്നുമാണ് പ്രചാരണം ആരംഭിച്ചത്. കൊല്ലം പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി M മുകേഷിന് ചവറ അസംബ്ലി മണ്ഡലത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം MH ഷാരിയാർ രാമൻകുളങ്ങരയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ചവറയിൽ കാരാണിശ്ശേരി മുക്ക്, വലിയാണിശ്ശേരി മുക്ക്, വലിയ കടവ്, ഇടത്തുരുത്ത്, കരിയിൽ വയൽ, പുത്തൻപുരമുക്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്വീകരണങ്ങൾ നൽകി. സെക്രട്ടറി T മനോഹരൻ, പ്രസിഡന്റ് അനിൽ പുത്തേഴം തുടങ്ങിയവർ സ്വീകരണ സമ്മേളനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചവറ. മഹിളാ ബൂത്ത് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് ചവറ നിയോജക മണ്ഡലം ബൂത്ത് ഉദ്ഘാടനം ചെയ്തത്. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് ചവറ നിയോജക മണ്ഡലം മഹിളാ ബൂത്ത് ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്. ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മൺവെട്ടി മൺകോരികയും നമ്മുടെ ചിഹ്നമായി എടുത്തുകൊണ്ട് ഊർജിതപ്പെടുത്തി എല്ലാ ബൂത്തിലും ചെന്ന് ഒരു വോട്ടും നമുക്ക് അലസമായിരിക്കാൻ പറ്റുന്നത്, ഓരോ വോട്ടും നമുക്ക് പോൾ ചെയ്തേ പറ്റത്തുള്ളൂ.
ഇത്രയും കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന NK പ്രേമചന്ദ്രനെ പോലെ നേതാക്കളില്ല, ഇന്ത്യയിലില്ല. അപ്പോൾ അങ്ങനെയുള്ള നേതാവിനെ പിന്തുണയ്ക്കുക നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ പിന്തുണച്ച് MP ആയിട്ട് വരുമ്പോൾ, MP ആയിട്ട് ഡൽഹിക്ക് പോകുമ്പോൾ, തിരിച്ചു വരുമ്പോൾ MP ആയിട്ട് മാത്രമല്ല നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടായിരിക്കും വരുന്നത്. ഇന്ത്യ മുന്നണി സർക്കാരിൽ, രാഹുൽ ഗാന്ധി സർക്കാരിൽ അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചവറ നിയോജക മണ്ഡലം ചെയർപേഴ്സൺ പ്രഭാനിൽ അധ്യക്ഷത വഹിച്ചു. RSP ഐക്യ മഹിളാ മണ്ഡലം സെക്രട്ടറി സുനിത സ്വാഗതം പറഞ്ഞു. ഐക്യ മഹിളാ ജില്ലാ പ്രസിഡന്റ് ജയലക്ഷ്മി, സംസ്ഥാന സെക്രട്ടറി മുന്താസ്, ഷീല, ലിസി, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ശാലിനി, ജിജി, ജില്ലാ സെക്രട്ടറിമാർ സന്ധ്യ, സരിത, സുജ, ഗിരിജമ്മ, മഞ്ജു, UDF ചെയർമാൻ കോലത്ത് വേണുഗോപാൽ, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ജെർമിയാസ്, RSP മണ്ഡലം സെക്രട്ടറി ജസ്റ്റിൻ ജോൺ, UDF ചവറ സെക്രട്ടറി പൊന്മന നിശാന്ത്, ബ്ലോക്ക് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരിൽ, മാമൂലയിൽ സേതുക്കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരുപക്ഷേ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ ഇല്ലാത്ത ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പാണ് അരനൂറ്റാണ്ടിന് ശേഷം നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ആ മനുഷ്യന്റെ ഒരു അസാന്നിധ്യം വലിയ തോതിൽ നമ്മയൊക്കെ ഉത്കണ്ഠപ്പെടുത്തുന്നുണ്ട്, ആശങ്കപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമുക്ക് കരുത്തായി തീരണം. സാധാരണക്കാരന്റെ ആശ്വാസത്തിന്റെ അത്താണിയായി മാറുന്നതുകൊണ്ട് ജനാഭിലാഷത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞൊരു നേതാവ് എന്ന നിലയിൽ ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുള്ളത് പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ടവന്റെ മിശിഹ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ചരിത്രപരമായ ഭൂരിപക്ഷം ചവറയിൽ UDFന് ലഭിക്കാൻ സഹായകരമാകുന്ന പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഒരു ഓഫീസായി ഇതിന്റെ പ്രവർത്തനങ്ങൾ മാറട്ടെ എന്ന്. ന്യൂസ് ബ്യൂറോ, ചവറ. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് കൺവെൻഷൻ നടത്തിയത്. BJP കൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു കൺവെൻഷൻ. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. BJP കൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു കൺവെൻഷൻ. സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീമതി അമിത്ഷാ നടന്നു വരുമ്പോൾ ഞാൻ ഭയത്തോടു കൂടിയാണ് കാണുന്നതെന്ന് ഇവിടുത്തെ മാധ്യമങ്ങളിൽ പറഞ്ഞ ആരിഫുമാണ് നമ്മുടെ ശോഭാ സുരേന്ദ്രനെതിരായി ഇവിടെ മത്സരിക്കുന്നത്. എന്തിനു വേണ്ടി ഇവർ തമ്മിൽ മത്സരിക്കുന്നു എന്ന ചോദ്യം ജനങ്ങളാകമാനം ഇന്ന് ഉയർത്തിയിരിക്കുന്നു. കാരണം ദേശീയ തലത്തിൽ ഇവർ രണ്ടുപേരും പ്രധാനമന്ത്രിയാക്കാൻ ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. എന്നാൽ പിന്നെ ഇവിടെ രണ്ടുപേരും കൂടെ ഒരു സ്ഥാനാർത്ഥി നിർത്തിയ പോലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇവർ മുന്നണി ഉണ്ടാക്കി. ബംഗാളിൽ മമതാ ബാനർജി ഇവരെ അടുപ്പിക്കുന്നില്ല, കോൺഗ്രസിനെയും CPM-നെ അടുപ്പിക്കുന്നില്ല. പല സംസ്ഥാനങ്ങളിലും ഈ മുന്നണി ഉണ്ടെങ്കിലും അവർ സഖ്യത്തോടുകൂടിയല്ല പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് പോലും ഒരു സഖ്യം ഉണ്ടാക്കാൻ കഴിയാത്ത ഈ സഖ്യകക്ഷി ഈ രാജ്യം ഭരിക്കുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് G ജയകുമാർ അധ്യക്ഷത വഹിച്ചു. 1-2 ചാനലുകൾ ശോഭാ സുരേന്ദ്രന് BJP നേതൃത്വവുമായിട്ട് പ്രശ്നങ്ങളാണ് എന്നുള്ള രീതിയിൽ കുറച്ച് വലിച്ചെടുപ്പുകൾ അതിലേക്ക് വലിച്ചെടുക്കുകയും ദുഷ്പ്രചരണങ്ങളും കുപ്രചരണങ്ങളും പറഞ്ഞ് പരത്തക്ക രീതിയിലുള്ള കാര്യങ്ങളും കുറച്ച് കള്ള മാധ്യമങ്ങൾ അഴിച്ചുവിടുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. BDJS ആലപ്പുഴ ജില്ലാ സെക്രട്ടറി V സതീഷ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രശാന്ത്, മോനിഷ മോഹൻ, C ദേവാനന്ദ്, മടത്തിൽ ബിജു, കണ്ണൻ ചെട്ടികുളങ്ങര, ശരത് കുമാർ പാട്ടത്തിൽ, അജിത, SK രാജൻ, ശ്രീലത, സായികുമാർ, മനോജ്, ബിനു, അനീഷ് കണ്ണൻ, കലാ മനോജ്, മധു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. ഓച്ചിറ ഗവൺമെന്റ് ITയിൽ കൗൺസിലിംഗ് ക്ലാസ് സംഘടിപ്പിച്ചു. ഓച്ചിറ പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിലാണ് ക്ലാസ് നടത്തിയത്. ഓച്ചിറ പോലീസ് സബ് ഇൻസ്പെക്ടർ തോമസ് ഹീറ്റ്സ് ഉദ്ഘാടനം നിർവഹിച്ചു. ഓച്ചിറ പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിലാണ് ഓച്ചിറ ഗവൺമെന്റ് ITയിൽ ട്രെയിനികൾക്കായി കൗൺസിലിംഗ് ക്ലാസ് സംഘടിപ്പിച്ചത്. ഓച്ചിറ പോലീസ് സബ് ഇൻസ്പെക്ടർ തോമസ് ഹീറ്റ്സ് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ കോഴ്സ് പഠിച്ചതുകൊണ്ട് ജോലി കിട്ടും എന്ന് ഉറപ്പുള്ളൊരു കൈ നന്നായിട്ട് അല്പം കൂടെ ഉയർത്തണം. അത്രയല്ല, ഉയർത്തുമ്പം കോൺഫിഡൻസ് ഉള്ളത് എനിക്കിവിടെ ഇങ്ങനെ ഇൻസൈറ്റ് ചെയ്തിരിക്കുന്നത് പൊക്കാൻ പറ്റാത്തത്, മനസ്സിലായില്ലേ? കൈ പൊക്കാൻ പറ്റുന്ന അത്രയും നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പൊക്കണം ജീവിതത്തിൽ. ഓക്കെ, ഹാൻഡ്സ് ഡൗൺ. ഗേൾസ് ഇവിടെ എല്ലാവരും സിവിലാണെന്ന് തോന്നുന്നു അല്ലേ? സിവിൽ പഠിച്ചതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ജോലി കിട്ടും എന്ന കോൺഫിഡൻസ് ഉണ്ടോ? ചുമ്മാ ഒരു കോഴ്സ് ചെയ്തിട്ട് പോകാനാണ് വന്നിരിക്കുന്നത്? അല്ല. ITA പ്രിൻസിപ്പൽ സാജു PS അധ്യക്ഷത വഹിച്ചു. ട്രെയിനിംഗ് ഇൻസ്ട്രക്ടർ അനുമോനാർ സ്വാഗതം പറഞ്ഞു. ഓച്ചിറ സ്റ്റേഷൻ CPO സജില, ഇൻസ്ട്രക്ടർമാരായ A ഷമീറ, ഇന്ദിര സജി, ബാലു R കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജ് മുൻ അധ്യാപികയും മനഃശാസ്ത്ര വിദഗ്ധയുമായ പ്രൊഫസർ സുവർണനി PV ക്ലാസ് നയിച്ചു. വിഷമങ്ങളും പ്രശ്നങ്ങളും അവരുടെ എല്ലാ സംഘർഷങ്ങളും
അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ വളരെ കോൺഫിഡൻഷ്യലായിട്ട് പറയാൻ പറ്റുന്ന ഒരാളാണ് കൗൺസിലർ എന്ന് പറയുന്നത്. കൗൺസിലറോട് നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് മറ്റാരോടും കൗൺസിലർ ഷെയർ ചെയ്യുകയില്ല. ട്രെയിനീസ് കൗൺസിൽ ചെയർപേഴ്സൺ ഐശ്വര്യ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കേരളത്തെ മതത്തിന്റെ പേരിൽ CPM ഭിന്നിപ്പിക്കുകയാണെന്നും മുഖ്യമന്ത്രി തന്നെ ഇതിന് നേതൃത്വം നൽകുന്നുവെന്നത് ഖേദകരമാണെന്നും BJP വക്താവ് സന്ദീപ് വചസ്പതി ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വ്യാപകമായ ശ്രമങ്ങളാണ് CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാനൂർ ബോംബ് സ്ഫോടനത്തിൽ CPM നടത്തുന്ന പ്രസ്താവന ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്നതാണ്. ബോംബ് സംസ്കാരം അവസാനിപ്പിക്കാൻ അവർ തയ്യാറാകണം. പൗരത്വ ഭേദഗതി നിയമം നടപ്പായി കഴിഞ്ഞു. സംസ്ഥാന സർക്കാരും പൗരത്വവും തമ്മിൽ ഒരു ബന്ധവുമില്ല. നടപ്പാക്കില്ലെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി ഇനിയെങ്കിലും മാറ്റണം. CAയുടെ പേരിൽ പൗരത്വ നഷ്ടമായ ആരെയെങ്കിലും കേരളത്തിൽ കാണിച്ചു തരാൻ CPMനും കോൺഗ്രസിനും തയ്യാറാകണമെന്നും മതവും വർഗീയതയും പറഞ്ഞ് വോട്ട് തേടാനുള്ള ശ്രമത്തിൽ നിന്നും ഇരുമുന്നണികളും പിന്മാറണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എന്ന് രണ്ട് മുന്നണികൾക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളോട് മുഖ്യമന്ത്രിയും പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസും കളവ് പറഞ്ഞ് വോട്ട് പിടിക്കുന്ന രീതിയാണ് അനുവർത്തിച്ചു വരുന്നത്. ഇത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. ഇതിൽ നിന്ന് CPMും കോൺഗ്രസും ഒക്കെ പിന്മാറണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതോടൊപ്പം തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ നിലപാട് അത് കേരളത്തിലെ പ്രബുദ്ധരായ എല്ലാ ജനാധിപത്യ വിശ്വാസികളും തിരിച്ചറിയണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ കണ്ടു മുഖ്യമന്ത്രിയുടെ ചില പ്രസ്താവനകൾ കേരളത്തിൽ ഒരിടത്തു പോലും BJP വിജയിക്കില്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും സ്ഥലത്ത് BJP ജയിക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ കോൺഗ്രസിന് വോട്ട് നൽകണം എന്ന തരത്തിൽ പച്ചയ്ക്ക് അങ്ങനെ ധ്വനിപ്പിക്കുന്ന പ്രസംഗമാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയുടെ നേതാവിനെയാണ് പ്രധാനമന്ത്രിയായി ക്ഷണിക്കുന്നത്. അതുകൊണ്ട് CPIMന് പറ്റുന്നില്ല എങ്കിൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ തക്ക നിലപാട് സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പലയിടങ്ങളിലും ആഹ്വാനം ചെയ്യുകയാണ്. RSSന്റെ നയമാണ് BJP നടപ്പാക്കുന്നതെന്ന് മുഖ്യമന്ത്രി ആരോപണത്തിന് സന്ദീപ് വാചസ്പതി മറുപടി നൽകി. ഒരു സംശയവും വേണ്ട, RSS പദ്ധതികൾ തന്നെയാണ് BJP നടപ്പാക്കുന്നത്. മുഖ്യമന്ത്രി ഇന്നാണോ ഇത് മനസ്സിലാക്കിയത്? RSSന്റെ പദ്ധതികൾ അല്ലാതെ CPMന്റെ നയം നടപ്പിലാക്കുകയല്ല BJP രീതി. RSS നിർദ്ദേശിക്കുന്ന അജണ്ടകളും BJP നടപ്പാക്കുന്നുണ്ട്. അത് പണ്ട് മുതലേ ഉള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. BJP ജില്ലാ പ്രസിഡന്റ് BB ഗോപകുമാറും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വള്ളിക്കീഴ് ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവം കൊടിയിറങ്ങി. ആറാട്ടെഴുന്നള്ളത്തോടെയാണ് ഉത്സവത്തിന് കൊടിയിറങ്ങിയത്. നെടും കുതിരയെടുപ്പ് ആറാട്ട് ഘോഷയാത്രയ്ക്ക് മിഴിവേകി. ദേശീയപാതയോരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ചിരപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ ക്ഷേത്രമാണ് വള്ളിക്കീഴ് ഭഗവതി ക്ഷേത്രം. ഏപ്രിൽ 5 കൊടിയേറി 10 ഭക്തിനിർഭരമായ ആറാട്ടോടുകൂടിയാണ് ഉത്സവ സമാപനത്തിന് കൊടിയിറങ്ങിയത്. ഉത്സവ സമാപന ദിവസം രാവിലെ കണിദർശനം, വിശേഷാൽ പൂജ, അഭിഷേകങ്ങൾ, ഉഷപൂജ, ആറാട്ട് സദ്യ എന്നിവ നടന്നു. ആറാട്ട് ഘോഷയാത്രയ്ക്ക് മുന്നോടിയായി ഏവൂർ രഘുനാഥൻ നായർ അവതരിപ്പിച്ച ഓട്ടംതുള്ളൽ നടന്നു. ഗജവീരന്മാർ, എടുപ്പുകുതിര, എടുപ്പുകാള, വാദ്യമേളങ്ങൾ എന്നിവ ആറാട്ട് ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വള്ളികുന്നം വട്ടേക്കാട് ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി എഴുന്നള്ളത്ത് നടത്തി. കുത്തിയോട്ടപ്പാട്ട് ചുവടും ഇതോടനുബന്ധിച്ച് നടന്നു. വള്ളികുന്നം വട്ടേക്കാട് ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് എഴുന്നള്ളത്ത് നടത്തിയത്. ചിറ്റക്കാട്ട് ദേവീക്ഷേത്രത്തിൽ നിന്നുമാണ് താലപ്പൊലി ഘോഷയാത്ര ആരംഭിച്ചത്. വാദ്യമേളങ്ങളും തെയ്യവും ഘോഷയാത്രയ്ക്ക് മികവേകി. തുടർന്ന് കണ്ടല്ലൂർ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ മേളപ്പെരുമയും നടന്നു.
ഉത്സവത്തോടനുബന്ധിച്ച് ചെട്ടികുളങ്ങര വിജയരാഘവക്കുറുപ്പും സംഘവും അവതരിപ്പിച്ച കുത്തിയോട്ടപ്പാട്ടും ചുവടും നടത്തി. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം. മണപ്പള്ളി അഴകിയകാവ് ഭദ്രകാളി ക്ഷേത്രത്തിലെ മീനഭരണിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെ അപ്പൂപ്പൻ നടയിൽ പ്രത്യേക പൂജകൾ നടത്തി. നിരവധി ഭക്തർ പങ്കെടുത്തു. മണപ്പള്ളി അഴകിയകാവ് ഭദ്രകാളി ക്ഷേത്രത്തിലെ മീനഭരണി ഉത്സവത്തോടനുബന്ധിച്ചാണ് ക്ഷേത്രത്തിലെ അപ്പൂപ്പൻ നടയിൽ പ്രത്യേക പൂജകൾ നടത്തിയത്. ക്ഷേത്ര ഉത്സവ ഭാരവാഹികളും താഴൂർ കുടുംബാംഗങ്ങളായ മനോജ് താഴൂർ, അനിൽ താഴൂർ എന്നിവരും നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. തൊടിയൂർ വേങ്ങറ മാലുമേൽ ഭഗവതി ക്ഷേത്രത്തിലെ മേടവിഷു ഉത്സവത്തോടനുബന്ധിച്ച് ഘോഷയാത്ര നടത്തി. തഴവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത്. ഉത്സവം 14-ന് സമാപിക്കും. തൊടിയൂർ നോർത്ത് വേങ്ങറ മാലുമേൽ ഭഗവതി ക്ഷേത്രത്തിലെ മേടവിഷു മഹോത്സവത്തോടനുബന്ധിച്ചാണ് ഘോഷയാത്ര നടത്തിയത്. തഴവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത്. തല്ലത്തുകുറ്റി വഴി ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയായിരുന്നു ഘോഷയാത്ര. തഴവ തെക്കുമുറിക്കിഴക്ക് കരയുടെ നേതൃത്വത്തിലാണ് 6ാം ഉത്സവ പരിപാടികൾ നടന്നത്. വിഷ്ണു സഹസ്രനാമജപം, ഗ്രന്ഥനമസ്കാരം, ഭാഗവത പാരായണം തുടങ്ങിയവയും ഇതോടനുബന്ധിച്ച് നടന്നു. ക്ഷേത്രത്തിലെ ഉത്സവം 14-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. ബസ് യാത്രക്കാരിയായ യുവതിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസ്. പ്രതി 27 വർഷങ്ങൾക്ക് ശേഷം അഞ്ചൽ പോലീസിന്റെ പിടിയിൽ. വർക്കല ശ്രീനിവാസപുരം സ്വദേശി സജീവാണ് പിടിയിലായത്. 1997 ജൂലൈ 16-നായിരുന്നു സംഭവം. തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചവറ നിയോജക മണ്ഡലം ബൂത്ത് ഉദ്ഘാടനം. LDF സ്ഥാനാർത്ഥി M മുകേഷിന് ചവറ അസംബ്ലി മണ്ഡലത്തിൽ സ്വീകരണം. കായംകുളത്ത് NDA സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. കേരളത്തെ മതത്തിന്റെ പേരിൽ CPM ഭിന്നിപ്പിക്കുകയാണെന്ന് BJP വക്താവ് സന്ദീപ് വാചസ്പതി. മുഖ്യമന്ത്രി തന്നെ ഇതിന് നേതൃത്വം നൽകുന്നുവെന്നത് ഖേദകരമാണെന്നും കുറ്റപ്പെടുത്തൽ. ഏതെങ്കിലും സ്ഥലത്ത് BJP ജയിക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ കോൺഗ്രസിന് വോട്ട് നൽകണം എന്ന തരത്തിൽ പച്ചയ്ക്ക് അങ്ങനെ ധ്വനിപ്പിക്കുന്ന പ്രസംഗമാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വ്യാപക ശ്രമങ്ങളാണ് CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും സന്ദീപ് വാചസ്പതി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.